എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നമ്മൾ കണ്ണൂർ മലബാറുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഇന്ന് മാത്രമല്ല കേട്ടോ, ഇത് തുടങ്ങിയിട്ട് 9 ദിവസമായി പൂരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പെൺകുട്ടികൾ, അതായത് പീരീഡ്സ് ആവാത്ത കാമദേവനെ പൂജിക്കും. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 9ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ പൂജിച്ച കാമദേവനെ നമ്മൾ ഇന്ന് പറഞ്ഞയക്കും. ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പൂരം കഴിയും. എന്നിട്ട് പറയും നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുക. അപ്പോൾ അടുത്ത കൊല്ലം കാമദേവനോട് നേരത്തെ വരണേ എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മളെ മാടായിക്കാവിൽ പൂരംകുളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മാടായിക്കാവിൽ വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട് മാടായിപ്പാറയിൽ. ആ കുളത്തിൽ നമ്മളെ വിഗ്രഹം മുക്കി 3 പ്രാവശ്യം മുങ്ങി എഴുന്നേൽക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ നമ്മൾ ആ പൂരം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൂരം കഴിഞ്ഞു എന്നാണ് കേട്ടോ അർത്ഥം. പക്ഷേ ഇതിപ്പോൾ രാവിലെയാണ് സമയം. നല്ല വെയിലുമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. അപ്പോൾ അത്രയും ജനങ്ങളുണ്ടാവും കേട്ടോ ഈ ഒരു മാടായിപ്പാറയിൽ ഇന്നത്തെ ദിവസം. അത്രയെന്ന് വെച്ചാൽ അത്രയും. ഇവിടെ ഇല്ലാത്ത ചന്തകളില്ല, ഇല്ലാത്ത സാധനങ്ങളില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ദിവസം ഇവിടെ. നമ്മളെ നാട്ടിലെ പണ്ടിലെ ആൾക്കാർ പറയലുണ്ട്, അച്ഛനും അമ്മേനെ ഒഴികെ ബാക്കി എന്ത് സാധനവും ഈ പൂരക്കടവിൽ കിട്ടുന്നു. അപ്പോൾ ഈ പൂരക്കടവിൽ ഒരുപാട് ചന്തയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ കൊല്ലവും നമ്മളെ നാട്ടിലുള്ള എല്ലാ അമ്മമാരെല്ലാം കൂടി ചട്ടിയെല്ലാം വാങ്ങലിടുന്നതാണ്. കാരണം ചെറിയ വിലയിൽ ചട്ടിയെല്ലാം ഇടുന്ന് വില വേശി വാങ്ങും എല്ലാവരും. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, എന്നാലും വാങ്ങേണ്ട ആൾക്കാർ വാങ്ങുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും ചട്ടീൻ്റെ അടുത്തേക്ക് പോകാനേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും ചൂടായിരുന്നു. അപ്പോൾ ഇതാ പൂരംകുളിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ആ വെള്ളം തൊട്ട് തലയിൽ വെക്കുന്നുണ്ട്. കാരണം നമ്മളെ വിഗ്രഹം അതിൽ മുങ്ങിയതല്ലേ, അപ്പം അതിൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്കും കൂടി കിട്ടാനാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വിചാരിച്ചു വന്നപ്പോൾ ചന്തയിലൊന്നും ഓടിക്കണം. പക്ഷെ ചന്തയുടെ എല്ലാ ഭാഗത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല, അത്രയും ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ കയ്യിലൊരു കുടയേ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ 3 പേരും ആ കുടയിൽ കൂടി. ഞാനും ഹണിയും ചക്കരയും ഉണ്ടായിരുന്നു, പിന്നെ ദിനുവാട്ടിനും ആളും ഉണ്ടായിരുന്നു. അവർ ചന്തേൻ്റെ വേറെ ഭാഗത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. എവിടുന്നോ നാരങ്ങളല്ല കേട്ടോ, മോരുവെള്ളം കിട്ടുന്നുണ്ട് എന്ന് മാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ പോയി കുടിച്ചു. അപ്പോൾ നമ്മളത് അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ വിചാരിച്ചു നമ്മളെ മോരുവെള്ളം വിൽക്കാൻ വെച്ചതായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അതിനെ ഞെട്ടിച്ച് കളഞ്ഞു. എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ഫ്രീ ആയിട്ട് ദാഹജലം, അതും മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഏരിയയിലും ഉണ്ട് കേട്ടോ. ഓരോരോ ക്ലബ്ബുകാരോ എങ്ങനെയാണെന്ന് അങ്ങനെയുള്ള പല പല ആൾക്കാർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ മോരും വെള്ളം. ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് കുടിച്ചു. പിന്നെ നമ്മൾ ആദ്യം ചന്തയിൽ കറങ്ങാൻ വേണ്ടി പോയി. തിരിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആദ്യം നല്ല ദാഹമായി. പിന്നെയും തിരിച്ചു വന്നിട്ട് ഒന്നുകൂടി കുടിച്ചു കേട്ടോ. ഇതാ കുമ്പളങ്ങ വരെ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഒരുവിധം ചൂട് ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തി ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇതാ അടുത്ത ചടങ്ങ് വെച്ചാൽ നമ്മൾ പൂരക്കടവിൽ പോയിട്ട് വന്നാൽ അപ്പം തന്നെ നമ്മളെ വീട്ടിലെ കാമദേവനില്ലേ, ആ കാമദേവന് പൂരച്ചോറ് കൊടുക്കണം. അപ്പോൾ അമ്മ ഇവിടെ നേരത്തെ പൂരച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാവില ഇങ്ങനെ കോടിയിട്ട്, പണ്ടത്തെ കാലത്ത് സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാവില കോടിയിട്ട് അതിൽ ഗിർക്കിലുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 9 പൂവാണ് ഇടുക കാമദേവന 9 ദിവസം. അതുകൊണ്ട് തന്നെ 9 പ്ലാവില ഇങ്ങനെ നമ്മൾ നേരെ വെച്ചിട്ട് അതിൽ ഓരോരോ സ്പൂണായിട്ട് പൂരച്ചോറ് ഇങ്ങനെ വിളമ്പിയിട്ട് കാമദേവന് സമർപ്പിക്കണം. ഇങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഞങ്ങളിതാ കാമദേവന് പൂരച്ചോറ് വിളമ്പുവാന്ന്. ഈ പൂരച്ചോറിന് ഉപ്പും പുളിയും എരിവും ഒന്നും ഉണ്ടാവില്ല കേട്ടാ. നമ്മൾ കുത്തിയരിയില്ലേ, തരക്കേരി എന്ന് പറയും, അതിങ്ങനെ വേവിച്ചത് മാത്രമാണ്. കാരണം കാമദേവന് മധുരവും ഉപ്പും പുളിയും ഒന്നും വേണ്ട. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ പൂരച്ചോറാണ്. നമ്മളെല്ലാം കഴിക്കാച്ച് നമുക്കങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടാ. പക്ഷെ നമ്മളെ നാട്ടിൽ എന്താ അറിയോ, ഈ പൂരച്ചോറിലൂടെ പരിപ്പും കായും കൂടി കറി അത് ഒഴിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പൂരച്ചോറ് വിളമ്പി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ തിരി കത്തിച്ച് വെക്കണം. അങ്ങനെ ഇതാ 9 തിരി കത്തിച്ചിട്ട് ഈ 9 പ്ലാവിലയിൽ കോടി വെച്ച പൂരച്ചോറിന് മേലെയായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് കേട്ടോ. അതായത് സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷമാണ്. അതിനിടയിൽ നമ്മൾ പൂരക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് പായസം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് കുടിക്കാനാണ്. ഇത് ശർക്കരയൊക്കെ കൊണ്ടാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇതേ തരക്കേരിയിൽ പഞ്ചസാരയല്ല ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു പായസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ സന്ധ്യാസമയമായി. നമ്മൾ രാവിലെ കുളിച്ചിട്ടാണ് അമ്പലത്തിലൊക്കെ പോയത്. അങ്ങനെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും വീണ്ടും കുളിച്ചു.
ഇനി നമുക്ക് ഈ 9 ദിവസമായിട്ട് നമ്മൾ ഇട്ട പൂക്കളില്ലേ, അതൊന്നും കളയൂല കേട്ടോ. ഓരോരോ ദിവസം ഇട്ട പൂവ് സൈഡിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ ഈ 9 ദിവസത്തെയും പൂവുകൾ നമ്മൾ കൊട്ടയിലേക്ക് വാരി ഇടുന്നുണ്ട്. അതുപോലെ ഞാൻ കാമവിഗ്രഹം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സിൽ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസം 3 കാമന ഉണ്ടാക്കി, 3 ഒരേ സൈസ് ഉള്ളത്. പണ്ടത്തെ കാലത്ത് എല്ലാ ദിവസവും ഉണ്ടാക്കും, അന്ന് ചാണകത്തിലൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് ചാണകമൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവസാനത്തെ ദിവസം വേറൊരു 3 കാമനയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാമദേവന്മാരെയും മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ പൂക്കളും എല്ലാം എടുത്തു, പിന്നെ വിളക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിലാണ് കാമന അയക്കേണ്ടത്. അപ്പം എൻ്റെ വീട്ടിലിപ്പം പ്ലാവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മരം എന്നുള്ള സങ്കല്പത്തിൽ ഞാൻ തെങ്ങിൻ്റെ ചോട്ടിലാണ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വിളക്കെടുത്ത് മുന്നിൽ നടക്കുന്നുണ്ട്, പൂവുണ്ട്. ഒരു കുഞ്ഞു കൊട്ടയിൽ മാളുൻ്റെ കയ്യിലും ഉണ്ട് പൂവ്. പിന്നെ ഒരു പാത്രത്തിൽ കോടി മുണ്ടും അരിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ നേരത്തെ കാലത്തേ വരണേ കാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഈ വിളക്ക് താഴെ വെക്കുന്നുണ്ട്, അരിയും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണങ്ങിയ ഓലേൻ്റെ മേലെയായിട്ട് ഈ പൂവെല്ലാം തട്ടി കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ കാമൻ്റെ അപ്പാണ്, അതായത് ആവിയിൽ പ്ലാവിൻ്റെ ഇലയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അപ്പം. ഈ അപ്പത്തിനും ഉപ്പും മധുരവും എരിവും പുളിയും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ അപ്പം കാമദേവൻ്റെ മുന്നിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്, കാമന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ അരിയിട്ട് പൂജിക്കുന്നുണ്ട് 3 പ്രാവശ്യം ഇട്ടിട്ട്. പിന്നെ കാമദേവന് പൂവിന് വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂവിന് വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ കാലത്തെ വരണേ കാമാന്നും പറഞ്ഞിട്ട് 3 പ്രാവശ്യം കൂവണം. അതോടുകൂടി നമ്മുടെ ഇപ്രാവശ്യത്തെ പൂരം കഴിഞ്ഞു, കാമദേവനെ പറഞ്ഞയക്കലും കഴിഞ്ഞു. അങ്ങനെ ഇനി കൂക്കൽ മാത്രമാണ് ബാക്കി. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പൂരം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മലബാറിലത്തെ പൂരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.